ഹലോ ഗൈസ്, വെൽക്കം ടു മെഗാടെക് മലയാളം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരാളെക്കുറിച്ചാണ്. ഈ ആളുടെ പേരാണ് നീൽ ഹെർബ്സൺ. ഇയാൾ ഒരു സൈബോർഗാണ്. തലയിലൊക്കെ ഒരു ആൻറ്റിനയൊക്കെ ഉണ്ട്. സോ എന്തിനാണ് ഈ ആൻറ്റിന, എന്താണ് ഈ സൈബോർഗ് എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനെല്ലാം മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് അമർത്തുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. സോ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. സോ എന്താണ് ഈ സൈബോർഗ്? സൈബോർഗ് എന്നാൽ ഒരു മനുഷ്യൻ്റെ സ്ട്രെങ്തോ മെൻ്റൽ പവറോ സെൻസോ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ടെക്നോളജി ഇംപ്ലാന്റ്, അതായത് ഒരു ചെറിയൊരു ടെക്ക് ആ ആളുടെ ദേഹത്ത് ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ സൈബോർഗ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളുടെ കൈ മുറിഞ്ഞു പോയി, ആ കൈക്ക് പകരം ഒരു റോബോട്ടിക് കൈ അയാളുടെ ശരീരത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ആ ആളെ നമുക്ക് സൈബോർഗ് എന്ന് പറയാം. സോ നീൽ ഹെർബ്സിനെ ഒരു സൈബോർഗ് എന്ന് വിളിക്കാൻ കാരണം വേറൊന്നുമല്ല, അയാളുടെ കയ്യോ കാലൊന്നും പോയിട്ടില്ല, അയാളുടെ തലയിൽ ഒരു ആൻറ്റിനയുണ്ട്. സോ എന്തിനാണ് ഈ ആൻറ്റിന? വേറെ ഒന്നും കൊണ്ടല്ല, ഈ ആൾ ജന്മന കളർ ബ്ലൈൻഡ് ആണ്. സോ ഒരു കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഇയാൾക്ക് കളർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അതിനു വേണ്ടി ഇയാൾ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഈ ആൻറ്റിന. ഈ ആൻറ്റിന അയാൾ പറയുന്ന പേര് ഐബോർഗ് എന്നാണ്. ഈ ആൻറ്റിന ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കളർ കാണുകയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം ഇയാൾ കളർ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ആൻറ്റിന ഇയാളുടെ തലയിൽ എങ്ങനെ ഫിറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഈ ആൻറ്റിന ഇയാളുടെ തലയിൽ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പല ഡോക്ടറിനെ കാണുകയുണ്ടായി. ഈ കണ്ട ഡോക്ടേഴ്സൊന്നും ഇതൊന്നും എത്തിക്കലല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവസാനം 2004 ഒരു ഡോക്ടറിനെ കണ്ടു. ഇയാൾ ആ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടർ ഇതിനു വേണ്ടി സമ്മതിച്ചു. സോ ഇതിനു വേണ്ടി ആ ഡോക്ടർ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളുടെ ബാക്കിലെ തലയൊട്ടിയിൽ 3-4 തവണയായിട്ട് ഡ്രില്ല് ചെയ്ത് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ആൻറ്റിന ആ തലയിൽ ഇംപ്ലാന്റ് ചെയ്തത്. സോ ഈ ആൻറ്റിന ഉപയോഗിച്ച് ഇയാൾ എങ്ങനെയാണ് കളേഴ്സ് കേൾക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ആൻറ്റിനയുടെ എൻഡിൽ ഒരു ക്യാമറയുണ്ട്. ആ ക്യാമറ കാണുന്ന ഓരോ കളേഴ്സിനും ഓരോരോ ടൂണായിട്ടാണ് ഇയാൾ കേൾക്കുന്നത്. ഇയാൾ ഈ ടൂണുകൾ കേൾക്കുന്നത് ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടല്ല, ഒരു ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇയാളുടെ ആൻറ്റിനയും ഇയാളുടെ തലയോട്ടിയായിട്ട് ഇംപ്ലാന്റ് ചെയ്ത ആ ഭാഗത്ത് ഒരു വൈബ്രേറ്റർ ഉണ്ട്. സോ ഇയാൾ കാണുന്ന കളേഴ്സിനനുസരിച്ച് ഓരോ രീതിയിൽ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇയാൾ ഈ സൗണ്ട് കേൾക്കുന്നത്. സോ ഈ ബോൺ കണ്ടക്ഷൻ ഉപയോഗിച്ച് ഇയാൾ എങ്ങനെ സൗണ്ട് കേൾക്കുന്നു എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഇന്നൊന്നും തീരത്തില്ല. ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുള്ളൊരു വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബോൺ കണ്ടക്ഷൻ ഉപയോഗിച്ചുള്ള ഒരുപാട് ഹെഡ്ഫോൺസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാനേ ഉള്ളൂ. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ കളേഴ്സ് കേൾക്കുന്നത് ഓരോ കളേഴ്സിന് ഓരോ ടൂണാണ്. അതായത് മഞ്ഞയ്ക്കൊരു ടൂണ്, പച്ചയ്ക്കൊരു ടൂണ്, അങ്ങനെ ഒന്നുമല്ല. ഇപ്പോൾ ഒരു ചുവപ്പൊരു കളർ എടുക്കണമെങ്കിൽ ചുവപ്പിന് പല ഷെയ്ഡ്സ് ഉണ്ട്. ലൈറ്റ് ചുവപ്പുണ്ട്, ഡാർക്ക് ചുവപ്പുണ്ട്, ഒരു പിങ്കിഷ് ആയിട്ടുള്ള ചുവപ്പുണ്ട്. സോ ഓരോ ചെറിയ മൈന്യൂട്ട് വ്യത്യാസത്തിനും ഓരോരോ ടൂണാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഓരോരോ ടൂണെന്ന് വെച്ചാൽ ഓരോ പാട്ട് പോലെയല്ല, ഓരോരോ ഹമ്മാണ്. അതായത് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ സെൻസർ ചെയ്യുമ്പോൾ ടൂന്ന് സൗണ്ട് കേൾക്കില്ലേ, അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിന് നല്ല ഹൈ പിച്ച് ടൂന്ന് കേൾക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിൽ അതേപോലെ ചെറിയ അങ്ങനെയാണ് ഇതിൽ കേൾക്കുന്നത്. സോ ഈ ടൂൺസ് എല്ലാം ഇയാൾ മെമ്മറൈസ് ചെയ്യാനായിട്ട് എടുത്ത സമയം എന്ന് വെച്ചാൽ 4 വർഷമാണ്. ഓരോരോ ഹമ്മും ഓരോ ടൂണും ഓരോ കളേഴ്സിനുള്ള ആണെന്നുള്ള കാര്യം ഇയാൾ പഠിക്കാനായിട്ട് 4 വർഷം എടുത്തു. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിടയിൽ തന്നെ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അഥവാ നിങ്ങൾക്ക് പോലും കളർ ബ്ലൈൻഡ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്കത് അറിയാൻ പറ്റാത്തതാണ്. കാരണം ഞാനിപ്പോൾ ഒരു കളർ കാണുമ്പോൾ ആ കളർ നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ നിങ്ങളത് കാണുമ്പോൾ ചിലപ്പോൾ ആ ബ്രൈറ്റ്നെസ് ഇല്ലായിരിക്കും, ഒരു ഡൾ റെഡ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ റെഡ് എന്ന് പറയുന്നു, ആ ആൾ റെഡ് എന്ന് പറയുന്നു. സോ നമ്മൾ ചോദിക്കുമ്പോൾ റെഡാണ്, നമ്മൾ ഒരുപോലെയാണ്. സോ അതിനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വളരെ സിമ്പിളാണ്. സോ നമ്മൾ കളർ ബ്ലൈൻഡ് ആണോ അല്ലേന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും താഴെ ഒരു കമൻറ്റ് ഇടുക. ഞാൻ അതിന് വേണ്ടിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് ഇതെല്ലാം മെമ്മറൈസ് ചെയ്യാനായിട്ട് 4 വർഷം എടുത്ത്. സോ ഇപ്പോൾ ഇയാൾക്ക് നമുക്ക് കാണാൻ പറ്റാത്ത കളേഴ്സ് വരെ അയാൾക്ക് കാണാം. അതായത് UV റേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, അയാൾക്കത് നല്ല ക്ലിയർ ആയിട്ട് കാണാം. സോ ഇതൊക്കെയാണ് നീൽ ഹെർബ്സൻ്റെ സ്റ്റോറി. ഇതൊന്നും കള്ളമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയാളുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക.
സോ ഇതുപോലുള്ള വീഡിയോക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മെഗാടെക് മലയാളം. ഐ ആം അഖിൽ ആൻഡ് ഐ എം സൈനിങ് ഔട്ട്. ബൈ ബൈ.